CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ്. അതെ, അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു വിവരം കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിനിടയിലുള്ള ഇടവേളയിൽ നടത്തുന്ന കലിംഗ സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ തങ്ങളുടെ ആദ്യ മത്സരം തുടങ്ങാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി പുതിയ വിദേശ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഉറുഗ്വൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി ലിത്വേനിയൻ ദേശീയ താരമായ ഫെഡോർ സെർനിച്ചി എന്ന താരത്തെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്തിട്ടുള്ളത്. വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തെ സൈപ്രസ് ക്ലബ്ബ് AEL ലിമാസോളിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു താരത്തിന്റെ ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സ് FC തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ ഒരു താരത്തിന്റെ മെഡിക്കൽ പൂർത്തിയാക്കിയ ശേഷം താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ലുത്വേനിയക്ക് വേണ്ടിയിട്ട് 82 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ താരം 12 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. സെർനിച്ച് ബെലാറസ്, പോളണ്ട്, റഷ്യ എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും താരം പന്ത് തട്ടിയിട്ടുണ്ട്. 2016-2017 ലുത്വേനിയൻ ഫുട്ബോൾ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് ഈ ഒരു താരം. ഈ ഒരു 10ാം സീസൺ അവസാനം വരെയുള്ള കരാറിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് തട്ടകത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കൂടാതെ താരത്തിന്റെ മെഡിക്കൽ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ താരത്തിന്റെ ട്രാൻസ്ഫർ പൂർണ്ണമായും കേരള ബ്ലാസ്റ്റേഴ്സ് FC പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു താരം മുന്നേറ്റ നിരയിലും വിങ്ങറായും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കെൽപ്പുള്ള താരം തന്നെയാണ്. ഇതോടെ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ വിജയിക്കാനാവുമെന്നാണ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിവരം ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചത് കൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ റൂമറുകൾക്കും വിരാമം കുറിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഈ ഒരു താരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.